കഴിഞ്ഞിൽ നമ്മളൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് പോകണം. നമുക്ക് ഒരു ഡയമണ്ട് ഓറെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെ തോനെ അയൺ ആർമർ സെറ്റ് ചെയ്യണം. പിന്നെ അയണും കാര്യങ്ങളൊക്കെ അയൺ ടൂൾസും കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ കോളം. അപ്പോൾ ഏതായാലും ഗൈസ് നമ്മളെ ഇൻവെൻട്രിക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നേരെ മൈനിങ്ങിന് ഉള്ള പരിപാടിക്ക് തുടങ്ങാം. കുറച്ച് ടെമ്പററി ബ്ലോക്ക് ഒക്കെ എടുത്തിട്ട് തുടങ്ങാം. സോ ഒരു ജസ്റ്റ് എടുത്ത് കൈ മുടിക്കാം. പിന്നെ ഒരു ബെഡ് എടുക്കണം. പിന്നെന്താ കുറച്ച് ലോഗ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഒരു ആവശ്യം വന്നാൽ പെടും. പിന്നെ നമ്മൾ അവിടെ ഉണ്ടാക്കിയ വില്ലേജർ ബ്രീഡിങ് വർക്കിംഗ് അല്ല ബ്രോ. നമുക്ക് ഡേറ്റ ആവശ്യം വരും. കോബിൾ സ്റ്റോൺ അവിടെ നിന്ന് കിട്ടും. സോ ബക്കറ്റ്, ഫുഡ്, പിന്നെ കുറച്ച് ലെതറൊന്നും വേണ്ട, ലീഷൊന്നും വേണ്ട. സോ ഏതായാലും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫുഡ്. ഏതായാലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. കുക്ക് ചെയ്ത് കുറച്ച് XP ഇവിടെയും വെച്ചിരുന്നു. സോ ഏതായാലും ഇത്രയും മതി. പിന്നെ ബാക്കിയുള്ള ഒക്കെ അവിടുന്ന് ചെയ്യാം, ഒന്നും വേണ്ട. സോ ഏതായാലും ഒരു ബെഡ് എടുത്ത് പോവാം. നമുക്ക് വില്ലേജിൽ ഫസ്റ്റ് റീസ്പോൺ സെറ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ചത്താൽ അവിടെ പോയിട്ട് നടന്ന് വരേണ്ടി വരും. റിസ്ക് ഉള്ള പരിപാടിയാണ്. വീഡിയോ ഓവർ ലെങ്ത് ആവും. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം. അല്ലോ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരു കേവ് കണ്ടുപിടിച്ചിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ തോനെ തിരഞ്ഞു, പക്ഷെ അവിടെ കാണാനില്ല. ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ്. കയറി നോക്കുമ്പോൾ ഇവിടെ തോനെ എന്താണ് ഇതിൻ്റെ പേരെന്തേനും മറന്നുപോയി. ആ ഒരു സാൻഡ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. കറക്റ്റ് സർക്കാരിൽ ശരി കട്ട് ചെയ്ത് വെച്ചതല്ല. സോ ഇവിടെ കുറച്ചുണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു കോള് മൈൻഡ് ചെയ്താട്ടെ, എന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. സോ ഗൈസ് ഏതായാലും ആ ഒരു സൈഡിലാണ് നമ്മളെ മൈനിങ്ങിനുള്ള ഒരു പ്ലേസ് ഉള്ളത്. അവിടെയാണ് കുറച്ചും കൂടി ഇവിടെ ഇല്ലേനത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഇവിടെ ആണ് ഒരു കിട്ടില്ലം പോലത്തെ ഒരു മൈനിങ് ഏരിയ ഉള്ളത്. ഈ ഒരു ഏരിയയിൽ നമ്മളെ വില്ലേജർ പണി എടുക്കണില്ല. മറ്റേ ഫാമറിൻ്റെ പണി എടുക്കണില്ല. അതാ. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് ബക്കറ്റ് പോയിട്ട് വെള്ളം ഒഴിച്ച് കൊണ്ടുവരാം. അവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ ഇറങ്ങാം മെല്ലെ. സോ നമ്മളോട് കുറച്ച് 51 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് റീസ്പോണും സെറ്റ് ചെയ്തിട്ട് നല്ല അടിയിൽ ഇറങ്ങാം. ഇവിടെ കുറച്ച് ലേറ്റ് ചെയ്തട്ടെ. പിന്നെ അടിയിൽ നിന്ന് എന്തായാലും നമുക്ക് വെള്ളം ആവശ്യം വരും, പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കപ്പ് വെള്ളം. സോ ഗൈസ് നമുക്ക് മെല്ലെ അടിയിൽ ഇറങ്ങി നോക്കാം. അണ്ടർമാൻ കാത്തിരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അതാ സ്കെൽട്ടൻ്റെ വെച്ച ഇറങ്ങണോ? സോ ഗൈസ് നമുക്ക് മെല്ലെ ഇറങ്ങാം. വെറുതെ റിസ്ക് എടുക്കണ്ട. അയണ് അതെടുത്തിട്ട് പോ. ഇൻവെൻട്രി ഓപ്പണായി. ചത്ത് ഇട്ടില്ല. ഇൻവെൻട്രി ഓപ്പണായി. പെട്ടെന്ന് മാറി കഴിഞ്ഞു. ഓക്കെ നമ്മൾ ഡീസലിൻ്റെ ഒരു ലെവലിൽ പെട്ടെന്ന് എത്തി. കുറച്ച് സ്റ്റോം മൈൻ ചെയ്യാം. എൻ്റെ പിക്കാക്സ് പൊട്ടാനായിക്കടെ. ക്രീപ്പർ എന്നിട്ട് വെസ്റ്റൊന്നുമില്ല. ഫസ്റ്റ് പോകാൻ വരുന്നുണ്ടോ? അത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരടിക്ക് ചാവും നമ്മൾ. മുഖത്ത് ഒന്നുമില്ല. ഒരു ആർമർ എന്ന് പറഞ്ഞ സാധനം നമ്മളെ മേത്ത് കൂടെ പോയില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചാവും. അവൻ ജസ്റ്റ് ഒന്ന് പൊട്ടി തച്ചാൽ തന്നെ നമ്മൾ ചാവും. ഇതിൻ്റെ വോയിസിന് കുറവുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ക്ഷമിക്കുക.
ചത്ത് 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 ചത്ത്. അയ്യോ പെട്ട്. മണ്ടത്തരം കളിച്ചിട്ട് ചാട്ടം മണ്ടത്തരം കളിച്ചിട്ടാണ് ഗൈസ്. ഒന്നും പറയാനില്ല. മണ്ടത്തരം കളിച്ചൊരു എയിം. അല്ലാ ബാക്കിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ അങ്ങനെ തീർത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഷീൽഡ് എടുത്ത് വേണ്ട. ആ ഷീൽഡ് ഇല്ല എന്നുള്ളൊരു ഇതിൽ നിന്നാണ്. പക്ഷെ നമുക്ക് സിറ്റ് ചെയ്താൽ മതി തന്നെ. ഷീൽഡ് ഇല്ല എന്നുള്ളൊരു മൈൻഡിൽ നിന്നിട്ടാണ്. കുഴപ്പമില്ല. ഹെൽത്ത് കുറവാണ്. വേറെ ഒക്കെ ഞാൻ കാണുന്നു. മാത്രമല്ല തോനെ മോബിനെയും കാണുന്നുണ്ട്. നമുക്ക് ആ ക്രീപ്പറിനെ അവിടെ നിന്ന് പൊട്ടി തെറിപ്പിച്ചിട്ട് ഇവിടെ നമുക്ക് ടോർച്ച് ചെയ്തിട്ട് പോയിട്ട് പിന്നെ വന്നാലോ? അതാകുമ്പോൾ വീറ്റൊക്കെ നോക്കട്ടെ. ഇവിടേക്ക് അത് കിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ബ്ലോക്ക് മാറ്റി കൊടുക്കാം. ആ ക്രീപ്പർ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഡാമേജിൽ നമ്മൾ കഴിച്ചിലാവും ചെയ്യും. നമുക്ക് അടിയിലേക്ക് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും ചെയ്യും. മനസ്സിലായില്ലേ? ക്രീപ്പറില്ലേ? ക്രീപ്പറിനെ കണ്ടിരുന്നല്ലോ. ലാപ്പീസിനോടെ ലാപ്പീസ് ഇപ്രാവശ്യം ഉണ്ടാവില്ല. സോ ഗൈസ് വലിയൊരു കേവാണ്. അതുകൊണ്ട് നമുക്ക് ടോർച്ചെടുത്ത് മുന്നിലേക്കാം. ഇവിടെ ഫുള്ള് ടോർച്ചെടുത്ത് പോയാൽ വലിയ സീൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് വന്ന് മൈൻഡ് ചെയ്യാം. ഇവിടെ കുറച്ച് അയണുണ്ട്, റെഡ് സ്റ്റോണും ഉണ്ട്. കുറച്ച് റെഡ് സ്റ്റോൺ പിന്നെ ഒന്ന് എടുക്കാം. റെഡ് സ്റ്റോൺ ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. സൈസ് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഓഫ് ക്യാമിൽ മൈൻ ചെയ്യണമെങ്കിൽ പറയാം. എന്താണ് മൈൻ ചെയ്യണത് ചടപ്പുള്ള കാര്യമാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓഫ് ക്യാമിൽ വേണമെങ്കിൽ മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ക്യാമിലാണ് മൈൻ ചെയ്യാം. കുറച്ച് കോൾ എടുത്തിട്ടുണ്ട്. ഡീപ് സീറ്റിൽ കോൾ ഉണ്ടാവുമോ? ഞാൻ ആദ്യമായിട്ട് കാണണേ. ഇതിലും കോൾ ഉണ്ടാവുമോ? ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയും. പിന്നെ വേസ്റ്റ് ആണ്. ഇതുകൊണ്ട് ഇപ്പോൾ യൂസ് ഉണ്ട്. ഇത് ഗെയിമൊക്കെ എന്തോ പുതിയ സാധനം വന്നിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ട്. എന്തോ യൂസ് ഉണ്ട് അതായിട്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തോ ആ പുതിയ പെട്ട് ഒറ്റ ക്ലിക്കിൽ 2 ടോർച്ചൊക്കെ അവിടെ പ്ലേസ് ആവുന്നുണ്ട്. ഒറ്റ ക്ലിക്കിൽ 2 ടോർച്ചൊക്കെ പ്ലേസ് ആവുന്നുണ്ട്. ആരടാ? സോ ഗൈസ് നമുക്ക് മെല്ലെ മേലൊക്കെ വരും. അടുപ്പിച്ച് ടോർച്ചിട്ട് സ്കെൽട്ടൻ അവിടെ അതും കൂടെ എടുത്തിട്ട് പോവാം. സോ ഏതായാലും ഗൈസ് ഞാൻ ഇവിടുന്ന് ഫുൾ അയൺ നമ്മൾ വില്ലേജേഴ്സ് ഫാമിൻ്റെ മേലെ ഒന്നും ഇട്ടാലില്ലല്ലോ. നിങ്ങൾ ചാവുമോ? നിങ്ങൾ ചാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരെ ഒന്നും ഇട്ടില്ല. സ്കെൽപ്പിനെ മാത്രം പേടിച്ചാൽ മതി. അവിടെ ലാഭമുണ്ട്. അടിയിൽ ഇറങ്ങിയാലോ? ഒരു MLG പരീക്ഷണം. അമ്മേ ആയില്ല മോനെ അവിടെ അടിച്ച്. സൈസ് നെക്സ്റ്റ് എപ്പിസോഡ് അടുത്തതിൽ. അപ്പോൾ ഗൈസ് ഇവിടുന്ന് മൈൻഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫുൾ ആർമർ ഇട്ടിട്ട് വരും. അയ്യോ ഇൻട്രോ പറയാൻ പോലും നായി സമ്മതിക്കില്ല. സോ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഗൈസ് ഫുൾ ആർമർ, അയൺ ആർമർ. അപ്പോൾ ഓക്കെ
ഓ സൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഓക്കെ ബൈ.